കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിൻ്റെ സുന്നി വിഭാഗത്തിൻ്റെ പിന്തുണ LDFനാണ് എന്ന തരത്തിൽ ഒരു വാർത്ത വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു. ആ പ്രചരിച്ച വാർത്ത ഏതോ യോഗത്തിലുണ്ടായ സംഭാഷണങ്ങളുടെ വീഡിയോ ക്ലിപ്പൊക്കെ ആയിട്ടാണ് പുറത്തു വന്നത്. കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പറയുന്നതിന് ഏതെങ്കിലും ക്ലിപ്പ് ലീക്ക് ചെയ്ത് ഒരു നിലപാട് പറയേണ്ട ആവശ്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അദ്ദേഹം ആ നിലപാട് എപ്പോഴും കൃത്യവും വ്യക്തവുമായി സൂചിപ്പിക്കാറുണ്ട്. ഏതായാലും അങ്ങനെ ഒരു നിലപാട് പുറത്തു വന്നപ്പോൾ എല്ലാ ചാനലുകളും ബ്രേക്ക് ചെയ്തു. കാന്തപുരം ഉസ്താദിൻ്റെ പിന്തുണ, സുന്നി വിഭാഗത്തിൻ്റെ പിന്തുണ ഇടതുമുന്നണിക്ക് എന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ലെറ്റർ പാഡിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടില്ല എന്നും അത് അങ്ങനെ ഒരു രാഷ്ട്രീയ പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള യോഗമായിരുന്നില്ല അതെന്നും പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണം പുറത്തു വന്നിരുന്നു. ആ വിശദീകരണം പുറത്തു വന്നപ്പോഴേ അതിനെ സംബന്ധിച്ചുള്ള നിലപാടുകൾ വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഏതായാലും അതിനുശേഷം നമ്മുടെ മമ്പാട് വഹാബ് സഖാഫിയുടെ പേജിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലപാട് സംഘടനാ സംവിധാനം വഴി നേതൃത്വം നൽകിയിട്ടുണ്ടെന്നും ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായും സുന്നി പ്രസ്ഥാനത്തോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണ സംവിധാനങ്ങളുടെയും സമീപനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുമായിരിക്കും രാജ്യത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളെ മുൻനിർത്തിയും പ്രസ്ഥാനം സ്വീകരിച്ച നിലപാടിനെ മാത്രം ഫോളോ ചെയ്തും സോഷ്യൽ മീഡിയ വിവാദങ്ങളെ അവഗണിച്ചും മാത്രം വേണം സുന്നി പ്രവർത്തകർ ഇലക്ഷനിൽ പങ്കെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് റഹ്മത്തുള്ള സഖാഫി എളമരം എന്ന ഉസ്താദിൻ്റെ പോസ്റ്റും പങ്കുവച്ചിരുന്നു. നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് ജനാധിപത്യ സംവിധാനത്തിൽ പൗരന്മാർക്കുള്ള ഏറ്റവും വലിയ അധികാരമാണ് വോട്ട്. അത് വിവേകത്തോടെ ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം. ജാതിയും മതവും നോക്കിയല്ല വോട്ട് ചെയ്യേണ്ടത്. നയങ്ങളും നിലപാടുകളും പരിഗണിച്ചാണ്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയുള്ള കൃത്യമായ വികസന കാഴ്ചപ്പാടുള്ളവർ തിരഞ്ഞെടുക്കപ്പെടണം. ഓരോ ജനവിഭാഗവും മുന്നണികളും സ്ഥാനാർത്ഥികളും അവരോട് പുലർത്തുന്ന സമീപനം കൂടി പരിഗണിച്ചാണ് സമ്മതിദാന അവകാശം ഉപയോഗപ്പെടുത്തുക. സുന്നി പ്രസ്ഥാനത്തിനും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അത് പ്രവർത്തകരെ അറിയിച്ചിട്ടുമുണ്ട്. അതനുസരിച്ച് തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുക, പുറത്തുനിന്ന് വരുന്ന വാർത്തകളെയും കുപ്രചരണങ്ങളെയും അവഗണിക്കുക എന്നതാണ് ആ കുറിപ്പ്. ഈ കുറിപ്പ് എഴുതുമ്പോൾ ചാനലുകളിൽ നിറയെ ഇടതുമുന്നണിക്ക് പിന്തുണ എന്ന് പറയുന്ന വാർത്ത അങ്ങനെയേ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഏതായാലും എല്ലാ സംഗതികളെയും ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിൻ്റെ കൃത്യമായ ചില നിലപാടുകൾ രാവിലെയൊക്കെ പുറത്തു വന്നിരുന്നു. ഞങ്ങൾ ആർക്കും പരസ്യ പിന്തുണ പ്രഖ്യാപിക്കാറില്ല, നിഷേധിച്ച് കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട്. അതിന് പിന്നീട് വളരെ കൃത്യമായി അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഉസ്താദിൻ്റെ പോസ്റ്റ് വരികയുണ്ടായി. ആ പോസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്: കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. കേവലം രാഷ്ട്രീയമായ ഒരു പ്രക്രിയ എന്നതിലുപരി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് എന്നത് സാമൂഹികമായ വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. അധികാരം ജനസേവനത്തിനായി വിശ്വസിച്ചേൽപ്പിക്കുന്ന ചുമതലയാണ്. അത് ആരുടെ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ വലിയ ജാഗ്രതയും വേണം. വോട്ടൊരു സാക്ഷ്യപ്പെടുത്തലാണ്. നാം ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിയും അവരുടെ പ്രസ്ഥാനവും നാടിൻ്റെ നന്മയ്ക്കും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവരാണെന്ന് നാം സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ അർഹതയുള്ളവർക്കാകണം നമ്മുടെ വോട്ട്. എല്ലാ പ്രവർത്തകരും വോട്ട് ചെയ്യണമെന്നും കുടുംബാംഗങ്ങളുടെയും പ്രായം ചെന്നവരുടെയും വോട്ടുകൾ പാഴാക്കരുതെന്നും ഓർമ്മപ്പെടുത്തുന്നു. ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച രേഖകൾ, വോട്ടർ സ്ലിപ്പുകൾ എന്നിവ തയ്യാറാക്കി വെക്കുക. സമ്മതിദാന അവകാശം കൃത്യമായി വിനിയോഗിക്കുക. രാഷ്ട്രീയ അധികാരം ജനസേവനത്തിനായുള്ള അവസരമായി കാണുന്ന നന്മയുള്ള മനുഷ്യർ വിജയിച്ചു വരട്ടെ എന്നതാണ് കുറിപ്പ്. കൃത്യമാണ് ഇതിലെ സന്ദേശം. ഓരോ മണ്ഡലങ്ങളിലും നിലപാടുകൾ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഏകപക്ഷീയമായി ഏതെങ്കിലും മുന്നണിക്ക് സുന്നി പ്രസ്ഥാനത്തിൻ്റെ കാന്തപുരം ഉസ്താദിൻ്റെ പിന്തുണ അങ്ങനെ എഴുതി കൊടുത്തിട്ടില്ല. സാധാരണ കാന്തപുരം ഉസ്താദിനെ എല്ലാവരും അരിവാൾ സുന്നി എന്നൊക്കെ പറഞ്ഞാണ് വിശേഷിപ്പിക്കാറുള്ളതെങ്കിലും അദ്ദേഹത്തിൻ്റെ നിലപാട് കൃത്യമായി ഒരു സന്ദേശമെന്നോണം കേൾക്കുന്നവർക്ക് മനസ്സിലാകും വിധം കൈമാറിയിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞതുപോലെ ബഹുസ്വരത നിലനിൽക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും കേരളത്തിൻ്റെ തുല്യ ബാലൻസുകൾ നിലനിർത്തി പോകുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനം പൂർണ്ണമായും ഇല്ലാതാവുന്നതിൻ്റെ അപകടം ഓർത്തിട്ടുണ്ടാവും. ഈ പറയുന്നത് പോലെ അതിൻ്റെ താല്പര്യങ്ങൾ ഓർത്തിട്ടുണ്ടാവും. ആ മനോഹരമായ ആ ഒരു ചേർത്തുവെക്കലിനെ ദുർബലപ്പെടുത്തുന്ന ആ കണ്ണികളുടെ ആ നിലപാടുകൾ അദ്ദേഹം പരിഗണിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പരിഗണിച്ച് തന്നെ വളരെ ഉചിതമായ തീരുമാനങ്ങളിലൊന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, അത് പല മണ്ഡലങ്ങളിലും കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ നിലപാടുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കേരളത്തിലെ ഈ
സമുദായങ്ങളുടെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ ഓരോ സമൂഹങ്ങളും എടുക്കുന്ന തീരുമാനങ്ങൾ അത് പൊതുമുഖ്യധാര രാഷ്ട്രീയ കക്ഷികളോട് എങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. PDP ഇടതുമുന്നണിക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. SDPI പറയാതെ പറഞ്ഞു ഇടതുമുന്നണിക്കെന്ന്. ബാക്കി സംഘടനകളാരും അങ്ങനെ ഏകപക്ഷീയമായി ഒരു ഇടതുമുന്നണി പിന്തുണയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. വെൽഫെയർ പാർട്ടി UDFനാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഉസ്താദിൻ്റെ സംഗതികളുടെ വരികൾക്കിടയിൽ വായിക്കുമ്പോഴും അതിൽ കൃത്യമായ നിലപാട് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഏകപക്ഷീയമായൊരു ഇടതുമുന്നണിക്ക് പിന്തുണ എന്ന് പറയുന്നത് കൃത്യമായ അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിലും ബാക്കിയുള്ളതിലുമൊക്കെ നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ സന്ദേശം.